ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഡോണറ്റ്സ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഡോണറ്റ്സ്. അതിന് വേണ്ടുന്ന റെസിപ്പികളാണ് ഞാൻ പറയുന്നത്. ഒരു പൊട്ടാറ്റോ ബോയിൽ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുത്ത് നമ്മളത് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് പാൽപ്പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. അതിലേക്ക് ഏറ്റവും നല്ലത് നീഡോൻ്റെ പാൽപ്പൊടി എടുത്താൽ അത്രയും നല്ലതാണ്. നീഡോ പാൽപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനതിൽ ആഡ് ചെയ്യുന്നത് ഒരു 3/4 സ്പൂണ് ഈസ്റ്റാണ്. ഒരു 3/4 സ്പൂണ് മാത്രമേ എടുക്കാവൂ, കൂടാനും കുറയാനും പാടുള്ളതല്ല. പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 3/4 ടീസ്പൂണ് മാത്രം മതി. ഞാനിപ്പോൾ ടീസ്പൂൺ എടുത്തിട്ടില്ല, അതിനെക്കൊണ്ട് ഞാൻ വലിയ സ്പൂണിൻ്റെ പിടി കൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 3/4 ടീസ്പൂണ് ആണ് വേണ്ടത്. അതേപോലെ ഷുഗർ ഒരു 2 ടേബിൾ സ്പൂണ് ഷുഗറാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ശേഷം നമ്മൾ എടുക്കുന്നത് ഒരല്പം ഓയിലാണ്. ഒരു 30 മില്ലി എന്ന രീതിയിൽ മാത്രം ഓയിൽ എടുത്താൽ മതി. പിന്നെ ടേസ്റ്റിന് മാത്രം ഒരല്പം ഉപ്പ്, വളരെ കുറച്ച് മതി ഉപ്പ്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ നല്ലോണം അടിച്ച് പതപ്പിച്ച് മിക്സാക്കി എടുക്കണം. എത്രത്തോളം അടിച്ച് എടുക്കുന്നുണ്ടോ അത്രത്തോളം നല്ലതാണ്. കാരണം ഈസ്റ്റും ബേക്കിംഗ് പൗഡറെല്ലാം നല്ലോണം മിക്സ് ആവണം. പിന്നെ അതിലേക്ക് ഞാൻ എടുക്കുന്നത് 3 കപ്പ് മൈദയാണ്. അത് മെഷർമെൻറ്റിൽ തെറ്റുകളൊന്നും പാടില്ല. ഈ പറഞ്ഞതെല്ലാം അതേ രീതിയിൽ തന്നെ എടുക്കുക. 3 കപ്പ് മാത്രമേ മൈദ എടുക്കാവുള്ളൂ. ഈ 3 കപ്പ് മൈദയിലേക്കുള്ള മെഷർമെൻറ്റ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. വെള്ളം പോലും കൂടാൻ പാടില്ല. പൊട്ടാറ്റോ ബ്ലെൻഡ് ചെയ്തതിന് കൂടെയുള്ള വെള്ളം മാത്രം മതി. ഏകദേശം നമ്മൾ പിസക്കൊക്കെ മാവ് കുഴക്കുന്ന അതേ രീതിയിൽ അതേ ലൂസ് മാവാണ് നമ്മൾക്കിതിന് വേണ്ടത്. നല്ല രീതിയിലൊന്ന് ചാമ്പി മിക്സാക്കി എടുക്കണം. ഓയിൽ നമ്മൾ ഒരല്പം കൊടുത്തതിനെ കൊണ്ട് അധികം ഒട്ടാണ്ട് കിട്ടും. എന്നാലും നമ്മൾ നല്ല രീതിയിലൊന്ന് ഉരുട്ടി പുരട്ടി എടുക്കുക. പിന്നെ നമ്മൾക്കിതൊരു 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് പാത്രത്തിൽ ഒട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നല്ലൊരു നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും ഒരല്പം കൂടി ഓയിൽ ആഡ് ചെയ്ത് മുകളിൽ മാത്രം, അല്ലാതെ മാവിൽ പിന്നീട് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. ഇതിനെ ഞാൻ 2 ബോളാക്കിയാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു ബോളാണ് ഇപ്പോൾ ഞാൻ പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 3/4 സെൻറ്റിമീറ്റർ കനത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. ഇത് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 സ്റ്റീലിൻ്റെ കട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റീൽ കട്ടർ ഇല്ലാത്തവർ നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റീലിൻ്റെ വലിയ കുറ്റി ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ് എടുക്കാം. അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും റൗണ്ടിൽ വെട്ടാൻ പറ്റുന്ന എന്ത് സാധനമാണെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന് ചുറ്റുമുള്ളിലുള്ള മറ്റ് മാവുകളെല്ലാം നമ്മൾ മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഇതേപോലെ ചെറിയ ഒരു റൗണ്ട് ഉപയോഗിച്ച് നമ്മളതിൻ്റെ മിഡിൽ നിന്ന് നടുക്കെന്ന് ഇതേപോലെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക. എന്നതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമ്മൾ ഫ്രൈ പാൻ വെച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പ് ചട്ടിയെല്ലാം നല്ല വൃത്തിയാക്കി എന്നിട്ട് വേണം, ചട്ടി ചൂടായതിനു ശേഷം വേണം ഓയിൽ ഒഴിക്കാൻ. കൂടുതൽ ഓയിൽ ആവശ്യമില്ല. പിന്നെ ഓയിലിൻ്റെ ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടിൽ ഈ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതേ രീതിയിൽ ചൂട് വളരെ കുറവായിരിക്കണം ഓയിൽ. നെയ്വടക്കൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കണം ഓയിലിൻ്റെ ചൂട് കൂടാൻ തീരെ പാടില്ല. ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ. ആ ചൂടിന് നമ്മൾ ഇത് പൊരിച്ചെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കുക. ഒരു അല്പം ഗോൾഡൻ കളറ്, നല്ല ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമ്മളത് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് മറിച്ച് വെച്ച് കൊടുക്കുക. ഓരോരോ മിനിറ്റ് കൂടുമ്പോൾ വീണ്ടും മറിച്ച് അത് നല്ല ഗോൾഡൻ കളറ്
ആയി എടുക്കുക. ഒരു ലൈറ്റ് ഡാർക്ക് കളറിൽ എടുക്കണം. ഒരു ഡാർക്ക് ഗോൾഡൻ കളറിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ കളറിൽ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് നിങ്ങളിത് വേവിച്ചെടുക്കേണ്ടത്. ചൂട് ഒരിക്കലും കൂടാൻ പാടില്ല. ഓയിലിൽ ചൂട് കൂടാനേ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡോണറ്റ്സ് എന്ന് വെച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്, ഒരു സ്വീറ്റാണ്. അപ്പോൾ നമ്മളിത് പൊരിച്ചെടുത്തതിന് ശേഷം ഷുഗറിൻ്റെ സീറ അല്ലെങ്കിൽ ഹണി ഇതുമെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ടും നമ്മൾക്ക് ഇതിൽ മധുരം കൊടുക്കാവുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ ഷുഗർ പൊടിച്ച് ബ്ലെൻഡറിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുത്തതിൻ്റെ മുകളിലേക്ക് അരിപ്പയിലിട്ട് അരിച്ചരിച്ച് ഇതിലേക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ഷുഗർ സിറപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മളുടെ ചോയ്സ് അനുസരിച്ച് ഏത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഷുഗർ സിറപ്പ് അല്ല എന്നുണ്ടെങ്കിൽ തേന്, ഡേറ്റ് സിറപ്പ്, ചോക്ലേറ്റ് അല്ലെങ്കിൽ ഷുഗർ പൗഡർ എന്തും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ വീണ്ടും ഇത് രണ്ടാമത് ഒരിക്കൽ കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. പൊരിച്ചെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചൂട് തീരെ കൂടാൻ പാടില്ല. വളരെ ചെറിയ തീ കൊടുത്ത് നല്ല രീതിയിൽ നല്ല ഡാർക്ക് ഗോൾഡൻ കളർ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളറിൽ പൊരിച്ച് എടുക്കുക. എന്നിട്ട് പൊരിച്ചെടുത്ത് ആ ഓയിലെല്ലാം ഒന്ന് വറ്റി വന്നതിന് ശേഷം നമ്മളതിന് ഷുഗർ കൊടുക്കാവുന്നതാണ്. ഈ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. ഇനി മധുരം കഴിക്കാൻ പറ്റാത്ത ഷുഗർ പേഷ്യൻ്റ് എന്നിട്ട് അവർക്ക് സ്വീറ്റ് ഒന്നും ആഡ് ചെയ്യാണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് ഷുഗറിൻ്റെ സിറപ്പിലാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ കണ്ടവർക്കും എല്ലാവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവരുടെയും സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.